വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം റൈവൽസ് ആണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തേനല്ലേ? അത് വേറൊന്നുമില്ല ഗൈസ്, ഇത് എൻ്റെ പ്രൈവറ്റ് സെർവറാണ്. റൈവൽസിലെ പ്രൈവറ്റ് സെർവർ എനിക്ക് ഉണ്ട്. സ്റ്റീൽ ലൈബ്രറിയിലില്ല ഗൈസ്, പക്ഷെ റൈവൽസിലുണ്ട് എനിക്ക്. ഞാൻ ഇവനൊരു 1v1 വിളിക്കട്ടെ ഗൈസ്. ഇവൻ എങ്ങോട്ടാ പോണേ? ഇവൻ എങ്ങോട്ടാണോ ഗൈസ് പോകുന്നത്? ഓക്കെ ഗൈസ്, ഓക്കെ. നമുക്കടുത്ത് ഒരു മാച്ച് അവന്റെ വിൻസ്ട്രീക്ക് അങ്ങോട്ട് തീർത്തു കൊടുക്കാം ഗൈസ്. നമുക്ക് ഡോഗ്സ് എടുക്കാം. അവന്റെ വിൻസ്ട്രീക്ക് അങ്ങോട്ട് തീർത്തു കൊടുക്കാം ഗൈസ്. ഏതെടുക്കും ഗൈസ്? നമുക്ക് എന്താ പറയുക, സ്നൈപ്പർ എടുക്കാം, പിന്നെ എക്സോഗൻ എടുക്കാം, പിന്നെ കട്ടാന എടുക്കാം, പിന്നെ മെഡിക്കറ്റ്. ഓക്കെ ഗൈസ്, ഇത്രയും മതി. ഓക്കെ, ഇത് നമുക്ക് പോകാം. അയ്യോ, അവനിപ്പോ എന്താ പറയുക, ചിലപ്പം വല്ല വീടിന് മണ്ടക്കൊണ്ടായിരിക്കും. ഇവനെ കണ്ടു. ഇവൻ എവിടെ പോയി? ഏത് നിൽക്കുന്നു ഗൈസ്? ഓ ഗൈസ്, നമുക്ക് ഇത് ഇമോട്ട് ഇടാം. അവന് ദേഷ്യം കയറിയില്ലോന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇവൻ എവിടെ ഗൈസ്? നിങ്ങൾക്ക് തോന്നുന്നു ഗൈസ്, സ്നൈപ്പർ ഓടിക്കുമ്പോ ചെറിയൊരു വെയിറ്റ് കുറവ് പോലെ. അങ്ങനെ ഗൈസ്, അവനെ അടിച്ചിട്ടുണ്ട്. കടയുടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമുക്ക് ഈ മൂന്നാമത്തെ ഈ റൗണ്ടോട് കഴിഞ്ഞാലല്ലേ നമുക്കൊന്ന് ഗണ്ണ് മാറ്റി പിടിക്കാം ഗൈസ്. അപ്പൊ ഗൈസ്, അയ്യോ ഗൈസ്, തോറ്റു. നമുക്ക് അവനെ തീർത്താം. ഓക്കെ ഗൈസ്, ഇപ്പൊ അവന്റെ കളിയൊരു 2 പോയിന്റ് കൂടെ കിട്ടിയാൽ മതി. 2 പോയിന്റ് കൂടെ കിട്ടിയാൽ നമ്മൾ ജയിക്കും. നമുക്ക് എക്സോഗൻ പിടിച്ചോണ്ട് പോകാം. അപ്പൊ അവൻ ഇവിടെ ഉണ്ടായിരിക്കോ? എവിടെ ഗൈസ് നിൽക്കണം? മെഡിക്കറ്റ് യൂസ് ചെയ്യാം. വേഗം വാ. ഈ മെഡിക്കറ്റ് ഭയങ്കര സ്ലോ ഇല്ലല്ലോ. ഈ എക്സോഗൻ ഭയങ്കര ഓപ്പിയാണ്. ഇത് ഒരു ഹെൽത്തോടെ ഉള്ളൂ. ഒരു ഹെൽത്ത് അല്ലല്ലോ ഗൈസ്, ഒരു റൗണ്ട് കൂടെ ഉള്ളു അവന്റെ കട വിളിക്കാൻ. നമുക്ക് അങ്ങോട്ട് മൂവി അവസാനിപ്പിച്ചാലോ? അയ്യോ ഗൈസ്, കട്ടാന ചെറുതായിട്ട് യൂസ് ചെയ്യാൻ മറക്കും. യെസ് ഗൈസ്, അങ്ങനെ അവനെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇമോട്ട് വിട്ട് കാണിക്കാം ഗൈസ്. അടുത്ത കളി തുടങ്ങി. എറീനയാ ചൂസ് ചെയ്തേക്കണേ. നമുക്ക് എന്താ പറയാ, ബ്രസ്റ്റ് റൈഫിളും ഡാഗേഴ്സും പിന്നെ നൈഫും ഫ്രീസർ എടുക്കുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് എന്താ പറയാ, ഈ ബ്രസ്റ്റ് റൈഫിളും കൊണ്ട് എന്താ പറയുക, നമുക്ക് ഇവനെ തീർക്കാൻ പോവാം. എന്റെ പുണ്യോ, ഇവനെന്റെ കൂട്ടുകാരനാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഡീമൺ സ്ലേയർ. നമ്മുടെ ഒപ്പം പല വീഡിയോസിലും ഇവനുണ്ട്. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ചാടി പോവാം. അയ്യോ ബാക്ക് സ്റ്റാബ് ഗൈസ്. യെസ് ഗൈസ്, ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടുണ്ട് ലാഗ് അടിച്ച. പക്ഷേ പോയി. ഇന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കണം. ഡീമൺ സ്ലേയർ
അയ്യോ ഗൈസ്, അവൻ പിന്നെ അടിച്ചിട്ടു. നമുക്ക് സ്നൈപ്പർ ഉപയോഗിച്ചാലോ? അല്ലേ? വേണ്ട, നമുക്ക് എന്താ ഇച്ചിരി നല്ല ഗൺ ഉപയോഗിക്കാം. ഏത് വേണം? ഇതും പിന്നെ നൈഫ് അല്ല, റോഡ് ഷീൽഡും മോൾട്ടാവും. ഓക്കെ ഗൈസ്, ഇത്രയും മതി. ഇനി നമുക്ക് പോകാം. ഓക്കെ ശരി, അവൻ അവിടെ കിടന്ന് അവിടെ ഇരിക്കണ. എന്നോടെ കളി. എന്നോട് അവന്റെ കളി. ഡയമണ്ട് സ്ലെയർ ആയാലും ഏത് സ്ലെയർ ആയാലും ഞാൻ അവനെ അടിച്ചിടും. നമ്മളോടെ കളി ഗൈസ് അവന്റെ. അല്ല, നമുക്ക് എന്താ പറയാ, ടെലിപ്പോർട്ട് ആവാം. അയ്യോ ഗൈസ്, ഡേ വരുന്നു. മോൾട്ട് അവൻ കൊടുക്കാം. ഗൈസ്, അവന്റെ ഹെൽത്ത് ഇച്ചിരി ഉള്ളൂ. നമുക്ക് തീർക്കാം അവന്റെ കളി. അവൻ ഇപ്പൊ ഉണ്ടാവല്ലേ. അവസാന സമയത്ത് എന്റെ വിൻസ്റ്റിക്ക് കളി എനിക്ക് പറ്റില്ല. സ്നൈപ്പർ എടുക്കാം, റിവോൾവർ, പിന്നെ സൈറ്റ്. യെസ് ഗൈസ്, 150. യെസ്, ഞാൻ ഹിറ്റ്മാൻ ആടാ, ഹിറ്റ്മാൻ. അവൻ എവിടെയായിരിക്കും? അയ്യോ ഗൈസ്, അവസാന സമയത്ത് ഞാൻ അറിയാറുണ്ട് നീങ്ങിയതാ. റീമാച്ചിന് വേണം. നിന്നെ ഞാൻ തീർത്തിരിക്കും. നമുക്ക് ഈ പ്രശ്നം റാൻഡം ആണ് കൊടുക്കും. ഏതെങ്കിലും ഒരു മാപ്പ് കിട്ടില്ല, അക്കൗണ്ട് വല്ലോ നോക്കാം. ഗൈസ്, എറീന തന്നെ കിട്ടി. നല്ല കാര്യം. നമുക്ക് എന്താ പറയുക, നമുക്ക് സ്നൈപ്പർ എടുക്കാം, പിന്നെ ഉസി എടുക്കാം, പിന്നെ റോയ്ച്ചിൽ എടുക്കാം, പിന്നെ റാപ് സ്റ്റോൺ എടുക്കാം ഗൈസ്. നമുക്ക് എന്താ പറയാ, ഇവിടെ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നല്ലോ ഗൈസ്, അത് നമുക്കത് ട്രൈ ചെയ്യാം. അയ്യോ, ചെറുതായിട്ടാണ് ഗ്ലിച്ച് വർക്ക് ആവുന്നുണ്ട്. ഗ്ലിച്ച് തന്നെ അറിയാതെ തീർന്നു പോയി. നൈഫ് ഉപയോഗിച്ച കളിക്കുന്നേ. ഈമോട്ട് ഇടുന്നോടാ എൻ്റെ അടുത്ത്. നീ ഈമോട്ട് ഇടോ? ഏതെടുക്കും? നമുക്ക് ഈ എക്സോഗൺ എടുക്കാം, പിന്നെ നൈഫ് എടുക്കാം, പിന്നെ റാപ് സ്റ്റോൺ. ക്രോച്ച് എടുത്ത് എന്നോട് കളിക്കും. എന്നെക്കാട്ടും സൂപ്പറാണ്. ഒരു 5 ഡയലോഗും കൂടി ഇട്ട്. നൈഫ് പ്ലെയർ ആണ്. നൈഫ് വെച്ച് മാത്രം 2 പോയിന്റ് എടുത്തു ഗൈസ്. നൈഫ് വെച്ച് മാത്രം നമുക്ക് ഫ്ലെയിം ഫ്ലോ അത് വേണ്ട. ഇതെടുക്കാം, പിന്നെ നൈഫ്, പിന്നെ ഇന്ന് ഞാൻ വേണ്ട ഊപ്പാട് കളിക്കുന്നുണ്ട്. അയ്യോ ഗൈസ്, ആരിപ്പോയി. അയ്യോ ഗൈസ്, ഇവൻ ഈ നൈഫ് ഉപയോഗിച്ച് ഗൈസ് ഇവനെ തീർക്കേ പറ്റും ഗൈസ്. ഇവനെ തീർക്കണം. നമുക്ക് ഇവനെ തീർക്കണം ഗൈസ്. ഇവനെ ജയിക്കാൻ സമ്മതിക്കല്ലേ. ഇതെങ്ങനെയാണ് ഞാൻ ഫ്രീസ് ആവണേ?
യെസ് ഗൈസ്, ഈ ഗണ്ണും ഭയങ്കര OP ആണല്ലോ. നമുക്ക് ഈ ഗണ്ണ് ഉപയോഗിച്ച് കളിക്കാം. ഇതുണ്ട് ഗൈസ്, ഇവിടെ ആയിട്ട് ക്രിസ്റ്റൽ പോലെ ഉണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അവന്റെ മോൾട്ടാ കൊണ്ട് ഗൈസ്. അയ്യോ ഓക്കെ ഗൈസ്, ഈ പ്രാവശ്യം നമുക്ക് യെസ് ബാക്ക് സ്റ്റാബ് ബ്രോ. ബാക്ക് സ്റ്റാബ്, ബാക്ക് സ്റ്റാബ് അല്ല, ബാക്ക് സ്റ്റാബ്. ഇത് ഗൈസ്, നമുക്ക് അവൻ ഞാൻ ആരാണ് കാണിച്ചു കൊടുക്കാൻ. അയ്യോ ഗൈസ് പെട്ടല്ലോ. നീ എന്താ വാടാ വാടാ വാടാ, എന്നെ പേടിയാണ്. അയ്യോ ജസ്റ്റ് മിസ്സായിരുന്നു, അവൻ അടുത്തിട്ടിടായിരുന്നു. നമുക്ക് എന്താ ഈ ഒരു റൗണ്ട് ജയിക്കുമ്പോൾ ഒരു റിമോട്ട് ഇട്ട് അവനെ കാണിക്കുക. അപ്പൊ അവൻ ഒരു കംബാക്ക് അടിക്കുമായിരിക്കും, അറിയില്ല. നമുക്ക് ദൂരെ ഇന്റർഫേസറെ ഉപയോഗിക്കാം. ഇമോട്ട് യെസ്, ഇതാണ് എന്റെയാണെന്ന് അറിയട്ടെ. അവൻ പൊട്ടനാണോ ഗൈസ്? നമ്മളെ അയ്യോ ഇപ്പൊ ആ സ്നൈപ്പർ ബ്രോ. യെസ് ഗൈസ്, 3-5 മുട്ടൊക്കെ വെച്ച് തോപ്പിക്കാൻ വിചാരിച്ചപ്പം അവൻ ആരെയും നൈഫ് വെച്ച് പറഞ്ഞിട്ടാണ് ഗൈസ്. നമുക്ക് ഈ പ്രാവശ്യം റാൻഡം എടുക്കുന്നത്. അപ്പൊ ഗൈസ് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എനർജി റൈഫിളും പിന്നെ നൈഫും ഫ്രീസർ എടുക്കും. അയ്യോ ഗ്രേവിയാർഡ് ആയിരുന്നു, ഞാൻ കണ്ടില്ല ഗൈസ്. പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ അടിക്കുമ്പോൾ ഒടുക്കട്ട് വിളിച്ചു വന്നു ഗൈസ്. നിങ്ങളുണ്ടോ മിന്നിലടിക്കുന്ന പോലെ ഇവിടെ ഫുള്ളാവുന്നു. എന്റെ പൊന്നു ഗൈസ്, ഇത് സെറ്റാണ്. നമുക്ക് എന്താ പറയാ, അവനെന്നെ തീർക്കണം ഗൈസ്. പിന്നെ ഞാൻ എന്താ പറയാ, യൂട്യൂബിലല്ലേ, നിങ്ങൾ കേനെ അറിയാവോ? അവൻ എന്താ പറയുക, അപ്പൊ അവൻ എന്താ പറയുക, ഈ ഗ്രേവിയാർഡിൽ എന്താ പറയുക ഒരു ഗ്ലിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക അടുത്ത റൗണ്ടിൽ എന്താ പറയുക ആ ഗ്ലിച്ച് നോക്കാം ഗൈസ്. ഇവൻ എവിടെയാ ഗൈസ്? ഇവൻ ആ ഗ്ലിച്ച് ഉപയോഗിക്കുന്നുണ്ടോ? ഇവനോ ആ ഗ്ലിച്ച് അറിയാവോ ഗൈസ്? ഇത് സ്നൈപ്പർ പ്ലെയർ ആയിരുന്നു ഗൈസ്. ശേ ഇമോട്ട് ഇടുന്നോറാ, നമുക്ക് ഇതെടുക്കാം. പിന്നെ എക്സോഗൻ, പിന്നെ ട്രോള്, പിന്നെ റാപ്പ് സ്റ്റോർ. ഓക്കെ ഗൈസ്, ഇത്ര മതി. നമുക്ക് ആദ്യം അവൻ എന്താ പറയാ ഇച്ചിരി അടി കൊടുത്തിട്ട് വരാം. അതിന്റെ അക്കേ പറഞ്ഞ സ്ഥലത്തിലേക്ക് നമുക്ക് പോയി വിളിക്കാം. അവൻ അടി കൊടുക്കുക. ഇവൻ എവിടെയാ? ഇവനെ കാണാനില്ലല്ലോ ഗൈസ്, മുമ്പേ തന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച്. ഇവൻ ശരിക്കും എവിടെയാ? അവനറിയാവോ ഞാൻ അവിടെയാണ് പോകുന്നേന്? ഞാൻ എന്താ പറയാ ഇവിടെ പോകട്ടെ, ഇവനെ ഒന്ന് കണ്ടുപിടിച്ചു. എവിടെയാടാ? പുറത്തിറങ്ങി വാടാ ഗൈസ്. ഇവൻ പുറത്തിറങ്ങി വരുന്നില്ലല്ലോ. ഇവൻ എവിടെ ഒളിച്ചിരിക്കും? ഇവൻ വല്ല എന്താ പറയുക ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ ഗൈസ്? ഇവനെ ജയിപ്പിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. അയ്യോ ഗൈസ്, ഇവനെ കാണുന്നില്ല. ഷേ ഇവനെ എവിടെ നിന്ന് കണ്ടുപിടിക്കാണ്? അയ്യോ ഗൈസ്, പെടുവായിരിക്കും. കാണുന്നില്ല ഗൈസ് ഇവനെ. ഗൈസ് പെടാൻ സാധ്യതയുണ്ട്. 4 സെക്കൻഡ്.
ഇവൻ എവിടെയാ ഗൈസ്? ഭാഗ്യം നമ്മൾ ജയിച്ചല്ലോ, മതി. ഇവന് എന്താ പറയുക, നമുക്ക് ഇച്ചിരി കൊടുത്തു. ഇവന് ഇവിടെ ഉള്ളിൽ അയക്കാൻ നമുക്ക് അവൻ ഇച്ചിരി ഹെൽത്ത് കുറയ്ക്കണം, എന്നാലും ഗൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ട്രിക്ക്. ഈ പള്ളി നമുക്ക് വേഗം ഇങ്ങോട്ട് പോകാം ഗൈസ്. അയ്യോ ഗൈസ്, ആ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇവൻ സ്നൈപ്പർ ഉപയോഗിച്ച്, ഞാൻ സ്നൈപ്പർ ഉപയോഗിക്കാൻ പോവാ. സ്നൈപ്പർ, റാപ്പർ, പിന്നെ ബാക്കി സ്റ്റോൺ എടുക്കാം. ഇത് പിന്നെ ഓക്കെ മതി. വേറൊരു ഗ്ലിച്ചുണ്ട് ഗൈസ്, അത് ഞാൻ നോക്കട്ടെ ഒന്ന്. പക്ഷെ ഇവിടെ ആയിട്ട് റാപ്പൻ തുറന്നു വിടുന്നു. ഇവൻ സ്നൈപ്പർ പള്ളിക്കട്ട് വരെ കയറി സ്നൈപ്പ് ചെയ്യാണല്ലോ ഗൈസ്. പള്ളിച്ചട്ടമ്പി ഗൈസ്, നിങ്ങൾ ആ പള്ളിച്ചട്ടമ്പിനെ സിനിമ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇവൻ എന്താ പറയുക, ഇവനെ തോൽപ്പിച്ചേ പറ്റുള്ളൂ. നമ്മൾ എവിടെയോ വന്നിരിക്കുക കണ്ടോ ഗൈസ്? ഇതാ ഞാൻ പറഞ്ഞ ഗ്ലിച്ച സ്ഥലം. ഇത് നമുക്ക് പോകണമെങ്കിൽ മാറിപ്പോയി. ഗൈസ് ഗ്ലിച്ച് ആവണില്ല ഗൈസ്. അയ്യോ പെട്ടോ. അയ്യോ ഗൈസ് പറ്റുന്നില്ല. പെട്ടു ഗൈസ്, പെട്ടു. ഉറപ്പ് പെട്ടു. ഇപ്പൊ ഞാൻ എവിടെ വരെയൊക്കെ കറക്റ്റ് ഞാൻ അവിടെ തന്നെ വന്നു. പക്ഷെ എന്റെ എന്താ പറയുക, എനിമി ഇല്ലേ ടീം സ്ലെയർ, അവൻ എവിടെയാണ് എനിക്ക് അറിയാൻ പറ്റില്ല ഗൈസ്. നല്ലതായിട്ട് ഈ അവസാന സമയത്ത് എന്ത് കാണിക്കാനാണ് അവനെ അടിച്ചിട്ട് വരുന്നേ ഗൈസ്. നല്ല കാര്യം. യെസ് ഗൈസ്, നമ്മൾ പിന്നെയും ജയിച്ചിരിക്കുന്നു. ഇവന് എന്താ പറയുക, ഞാൻ എന്താ പറയുക, റൈഫിള്, റാപ്പർ, പിന്നെ ചെയിൻസോ, പിന്നെ റാപ്പ് സ്റ്റോൺ. ഒക്കെ ഗൈസ് മതി. നമുക്ക് ഇവന്റെ ഇച്ചിരി ഹെൽത്ത് കളയണം. ഇവൻ ശരിക്കും എവിടെ പോയാ ഗൈസ് വിളിക്കുന്നത്? എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇവനെവിടെ. സ്നൈപ്പർ നമുക്ക് സ്നൈപ്പർ എടുത്തോണ്ടല്ലോ ഗൈസ്. സ്നൈപ്പർ എടുക്കാം, അതിന്റെ RPG എടുക്കാം, സെയിം ലോഡ് ഔട്ട് എടുക്കാം. പക്ഷെ RPG മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ സെറ്റ്. ഓക്കെ, ഇവന്റെ ഹെൽത്ത് തീർക്കണം. അടിച്ചൊരു ടാസ്കുള്ള പോണേ. ഇവരെവിടെയാണ് എനിക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ ഇവന്റെ ഹെൽത്ത് തീർക്കാൻ പോണേ? ഇവനെ സ്നൈപ്പ് ചെയ്ത് നമുക്കൊന്നുകൂടെ റീമാച്ച് നോക്കാം. ഈ പ്രാവശ്യം പ്ലേ ഗ്രൗണ്ട് എടുക്കും. പ്ലേ ഗ്രൗണ്ട് ഇവനെ ഉണ്ടല്ലോ, ഇവൻ ഇപ്പൊ ഏടെ എടുത്തേക്കുന്നത് സ്പ്ലാഷോ. സ്നൈപ്പർ എടുക്കും. എന്താ പറയുക, അതെന്താ ഇത് മതി. സ്ലിംഗ് ഷോട്ട്, പിന്നെ റോവൽ വേണ്ട, മോളെടുക്കാം, പിന്നെ മോൾട്ടോ. ഓക്കെ കൈ സെറ്റ്.
യെസ് ഗൈസ്, ഹെഡ് ഷോട്ട്. ഒരു മിനിറ്റ് പോലും കഴിഞ്ഞില്ല ഗൈസ്, ഹെഡ് ഷോട്ട് അപ്പം തന്നെ അടിച്ചു. നമുക്ക് വേഗം ഇങ്ങോട്ടൊരു മോൾട്ട് വിട്ടിട്ട് നമുക്കൊരു മാസമായിട്ട് കയറ്റുള്ളൂ. പിന്നെ ഗൈസ് ഹെഡ് ഷോട്ട് ഇമോട്ട് ഇട്ട് കാണിക്കാൻ ഇമോട്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക, ഇമോൾട്ട് അവിടെ കഴിയും. ഓ ഗൈസ് ഹെഡ് ഷോട്ട് ആറിനോട് ഞാൻ കണ്ടുകൂടിയില്ല. എന്റെ ഹെൽത്ത് കണ്ടായിരുന്നു നിങ്ങൾ? ഒടുക്കത്തെ കുറവായിരുന്നു എന്റെ ഹെൽത്ത്. പിന്നെ ഹെഡ് ഷോട്ട് ഇമോട്ട് അങ്ങോട്ട് ഇട്ട് കാണിച്ചു. എന്നാലേ എനിക്കൊരു മനസ്സുഖം കിട്ടുള്ളൂ ഗൈസ്. എന്റെ ഗൈസ് യെസ് ഗൈസ് 150 ഗൈസ്. മുട്ടൊക്കെ വെച്ച് തോപ്പിച്ചില്ലേ, 3-4 മിനിറ്റിനുള്ളിൽ തോപ്പിച്ചില്ലേ നമ്മളെ. അത്ര ഉള്ളൂ. ഇവരെന്താ റീമാച്ച് അടിക്കട്ടെ. നമ്മുടെ പ്രൈവറ്റ് സെർവർ സ്പ്ലാഷ് തന്നെ അടിക്കാം. അല്ല വേണ്ട, കൺസ്ട്രക്ഷൻ. അയ്യേ സാൻഡ് ബോക്സ്, ഒരു എക്സ്പെരിമെന്റ് സ്ഥലം ഇവൻ എടുത്തേക്കുണ്ട്. നമുക്ക് സ്ലിംഗ്ഷോട്ട് ലെക്സോഗൻ എടുക്കാം. പിന്നെ ചെയിൻസോ മോൾട്ട് വേണ്ടി നമുക്കറിയാം അവൻ എവിടെ ഇരിക്കണേന്ന് പോയി നോക്കാം. അവൻ ഇവിടെ എന്ത് ചെയ്യുക? ചെയിൻസോ ബ്രോ, ബ്രോ എയിമോ. ഇത് നമുക്ക് അടുക്കണേ ചെയ്യാൻ കഴിച്ചു. അവനെന്റെ കീ പിടികിട്ടിയ പിന്നെ ഞാൻ ചട്ടു. അയ്യോ ഗൈസ്, യെസ് ഗൈസ്, പിന്നെ ഇവനെ നമുക്ക് മുട്ടൊക്കെ വെച്ച് തോപ്പിച്ച് കാണിക്കാം. ചിലപ്പം ഒരു പോയിന്റ് ഒക്കെ കിട്ടുമായിരിക്കും, അറിയില്ല ഗൈസ്. നമുക്ക് നോക്കാൻ ശ്രമിക്കാം. ഇവൻ എവിടെയാ? യെസ് ഗൈസ്, പിന്നെ ഇമോട്ട് അങ്ങോട്ട് ഇട്ട് കാണിക്കാം. ഈ എന്താ പറയുക, ഈ ലോഡൊക്കെ സെറ്റ് ആണല്ലോ ഗൈസ്. എന്താണ് അവിടെ നിൽക്കുന്നത്? പിന്നെ അടിച്ചിട്ടില്ലേ? ഇങ്ങോട്ട് അങ്ങോട്ട് ഇടാം. മാച്ച് പോയിന്റ്, 2 മിനിറ്റിൽ മാച്ച് പോയിന്റ്. ഇവനെ നമുക്ക് വേഗം തോപ്പിക്കാം. അവന്റെ വിചാരിച്ച് ഈ സ്ഥലം എന്റെ വീക്ക്നെസ് ആണ്. യെസ് ഗൈസ്, പിന്നെ മുട്ടയ്ക്ക് തോപ്പിച്ചില്ലേ? ഈ മാച്ചിന് വേണ ഈ പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും എന്താ പറയുക തോപ്പിച്ചില്ല. നമുക്ക് എന്താ പറയുക ഫ്ലാഷ് എടുക്കാം. ഇവന്റെ ഓപ്ഷനോട് എന്താ ഇത്രയും ചെയ്യണം? അങ്ങനെ വേണം. സ്പ്ലാഷ്, യോ സ്പ്ലാഷ്. എക്സോഗന് സെയിം ലോഡ്. ഓക്കെ, സെയിം ലോഡ് ഗൈസ്. ഇവിടെ പിന്നെ ഗൈസ് തോപ്പിച്ചു. ഒരു 7 സെക്കൻഡ് തോപ്പിച്ചു ഗൈസ്.
150 കണ്ട ഗൈസ് 150 ഹിയേഴ്സ്. അവനെ അങ്ങനെ തോപ്പിച്ച് കളയാം ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ക്രോസ് ഹെയറിന്റെ ട്രിക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. പിന്നെയും കട്ട്. യെസ് ഗൈസ്, ഇവിടെ നമുക്കങ്ങ് ഒഴിച്ചെടുക്കാം. ഇവരെങ്ങോട്ട് ഓടിക്കോ? 150 ഗൈസ്, 150 അങ്ങനെ അടിക്ക്. നമുക്ക് അവനെ കാണിച്ചോട്ട് ആരാണ്. പിന്നെ ഗൈസ് 150 റീമോട്ട് ബ്രോ. ഒരു റീമാച്ചും കൂടെ വരണോ? എനിക്ക് സിമ്പിൾ ആയിട്ട് എന്താ കിട്ടുള്ളൂ ഗൈസ്. എന്റെ എളുപ്പം എന്റെ ചെറിയ മച്ചൻ പേടിച്ചു പോകും. ഏറ്റവും ഫേവറേറ്റ് മാപ്പ്. അയ്യോ സ്പ്ലാഷ്. അയ്യോ ഗൈസ് ക്രോസ് ആയിട്ട്. അയ്യോ ഒരു എക്സോഗൻ തന്നെ എടുക്കേണ്ടി വരുമല്ലോ. ഇവിടെ അവന്മാർക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്. ഗൈസ് നമുക്ക് പോകാം. എവിടെയാണ് മച്ചാൻ ഇനി? ഇവന്റെ ഈ സ്ഥലം എത്ര ഇഷ്ടമാണ് എന്താണെന്നറിയാം. അവൻ എന്താ പറയുക, ഒത്തിരി ഒളിക്കാൻ സ്ഥലമുണ്ട് ഗൈസ്. അവൻ എവിടെങ്കിലും പോയി ഒളിച്ചെടുക്കും ഉറപ്പാ. ഇത്രയും നേരം ഇവൻ ഇവിടെ അല്ലേ? എനിക്ക് അവൻ എവിടെയാണ് അറിയാം ഗൈസ്. അവൻ വിചാരിച്ച എനിക്ക് അവൻ ഇരിക്കുന്ന സ്ഥലം അറിയത്തില്ലായിരിക്കും. അവനിപ്പോ അവിടെ ആയിരിക്കും. നമുക്ക് സ്നൈപ്പർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ല, അവൻ ഇവിടെ തന്നെ എവിടെയോ ഉണ്ട്. സിമ്പിളായിട്ട് മുട്ടയ്ക്ക് 3 വേഗം ആക്കി കാണിച്ചില്ലേ നിങ്ങൾക്ക്? നമുക്കിപ്പോ വേഗം അവനെ വെട്ടിച്ചിട്ട് വരാം. എന്റെ ഗൈസ് ഒറ്റയ്ക്ക് മാച്ച് പോയിന്റ് വെച്ചില്ല. മുട്ടൊക്കെ തോപ്പിച്ച് കാണിക്കാം ഗൈസ് നമുക്ക് അവനെ. അയ്യോ അവന്റെ സ്ഥലം മാറുമോ ഗൈസ്? കണ്ട ഗൈസ്, സിമ്പിൾ ആയിട്ട് തോപ്പിച്ചില്ലേ? അയ്യോ വിനിച്ചിട്ടുണ്ട് ഗൈസ്. ഇത്രയും നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ബൈ. നമ്മുടെ പുതിയ വീഡിയോ കാണാം.